അറിയില്ല. ഇനിയിപ്പം ഇതിൻ്റെ ഒരു നിയമ നടപടികൾ എങ്ങനെയാണ് അറിയില്ല. ഒരു ഇപ്പം ഇന്നലെ അങ്കോള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി നേരിടുന്ന കേസ് വരട്ടെ എന്നാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്. താങ്കളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പോൾ പ്രകടമാണ്. സങ്കടം ഉണ്ടാവില്ലേ? അത് കുഴപ്പമില്ല, സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാവില്ല. ഇല്ല, പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല. പൊതുവെ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതൊക്കെ. കാരണം എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഞാനൊരു 500 കോള് വന്നും കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ. എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പറേ ഉള്ളൂ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് വറീഡാവുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അറിയില്ല. ഇനിയിപ്പം ഇതിൻ്റെ ഒരു നിയമ നടപടികൾ എങ്ങനെയാണ് അറിയില്ല. അങ്ങനെ മനാഫിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രഹസ്യ അണ്ണന്മാർക്കും സമാധാനമായല്ലോ. വെറുതെ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് ഒരു കേസിലേക്ക് വലിച്ചിട്ടപ്പം എല്ലാ രഹസ്യ അണ്ണന്മാർക്കും, അതായത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ രഹസ്യ അണ്ണന്മാർക്കും സമാധാനമായല്ലോ. ശരിക്കും മനാഫ് ചെയ്ത കുറ്റം എന്താണ്, അതെന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പം ഈ പറയുന്ന രഹസ്യ അണ്ണന്മാർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതായത് മനാഫ് ചെയ്തൊരു കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ഒരു അപകടത്തിൽപ്പെട്ട സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ നിന്നൊന്ന് രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് 72ഓളം ദിവസം ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് കാത്തിരുന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്ത് കൊടുത്തു. ഇതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരാൾക്കും ഉപകാരം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ മനാഫിൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനാഫിനെ അറിയില്ല എങ്കിൽ പോലും ഇത് കാണുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു വിഷമം വരും. കാരണം എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ മനാഫിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. ഇന്നലെ എന്നിട്ട് എന്ത് ചെയ്തു, മനാഫ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? ശരി, അവർക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. അവർക്ക് തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടാവുക. അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അവരുടെ ആ ഒരു വിഷമത്തിൽ പങ്കാളിയാവുന്നു. അവരുടെ ആ ഒരു വികാരത്തള്ളിച്ചിൽ പറഞ്ഞതായിരിക്കാം. അവരിനി അവർക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം ചെയ്ത ആ ഒരു വാർത്താ സമ്മേളനത്തിന് എതിരെ സംസാരിക്കുമെന്ന് നമ്മളെല്ലാം വിചാരിച്ചെങ്കിലും മനാഫ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. മനാഫിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാം ആ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. എന്നിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ മനാഫിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ അവർക്ക് നമുക്കറിയാത്ത എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും കേസ് കൊടുത്തിട്ടുണ്ടാവുക. എന്നിരുന്നാൽ പോലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇതെന്തിനാണ് കേസ് കൊടുത്തതെന്നുള്ളത് മനാഫിനെ പോലെ തന്നെ നമുക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ ലോകം അടിപൊളിയാണ്. അതായത് മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം 8ൻ്റെ പണി തിരിച്ച് തന്നെ കിട്ടുന്നൊരവസ്ഥയാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും അർജുൻ്റെ കുടുംബത്തിനെതിരെ പോയി കമൻ്റ് ഇടുന്നവരും അവരെ ചീത്ത വിളിക്കുന്നവരും അവരാദ്യം അത് നിർത്തുക. അതാണ് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന സംഭവം. അത് കാരണമാണ് ഈ പറയുന്ന മനാഫിനെതിരെ വരെ അവർക്ക് കേസ് കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഈ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളവർ ഈ പറയുന്ന അർജുൻ്റെ വീട്ടുകാരുടെ വീഡിയോൻ്റെ അടിയിലും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൻ്റെ അടിയിലെല്ലാം പോയിട്ട് ഇതേപോലെ ചീത്ത വിളിക്കുകയാണ്. അങ്ങനെ അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. പക്ഷേ അത് മനാഫിനെതിരെ കൊടുത്തതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ അവരുടെ വീഡിയോൻ്റെ അടിയിലും അവരുടെ അക്കൗണ്ടിൻ്റെ അടിയിലെല്ലാം പോയി കമൻ്റ് ഇടുന്നവർക്കെതിരെ കേസ് കൊടുക്കണം. അല്ലാതെ മനാഫ് ഇതിൻ്റെ അകത്ത് എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ ഇതേപോലെ സൈബർ ബുള്ളിങ് ചെയ്യുന്നവരെയും
തെറി വിളിക്കുന്നവരെയും ചീത്ത വിളിക്കുന്നവരെയും അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് നഷ്ടപ്പെടേണ്ട ഭർത്താവിനെയും മകനെയും അനിയനെയും അളിയനെയും എല്ലാം നഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ പേരിൽ വീണ്ടും അവരെ ക്രൂശിക്കേണ്ട എന്നാണ് മനാഫും പറയുന്നത്. വീഡിയോൻ്റെ ഇടയിൽ പോയിട്ട് കമൻ്റ് ഇടുന്നവർക്ക് വെറുതെ അങ്ങോട്ട് എഴുതി വിട്ടാൽ മതി. എന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? മനാഫ് തന്നെ ഇന്നലെ വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ പേരിൽ ഇനി ആരും പോയിട്ട് തെറി വിളിക്കല്ലേ, കമൻറ്റ് ചെയ്യരുതേ, അവരെ വെറുതെ വിഷമിപ്പിക്കരുതേ എന്ന് മനാഫ് തന്നെ പറഞ്ഞു. അപ്പം മനാഫിന് ഇഷ്ടമുള്ളവർ എന്താ ചെയ്യേണ്ടത്? അത് മനാഫ് പറയുന്നത് മനാഫിന് ഇഷ്ടം അതാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നല്ല ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ പോയി അവരെല്ലാവരും ഇങ്ങനെ സൈബർ ബുള്ളി ചെയ്യുന്ന സമയത്ത് അവർക്ക് വേറെ മാർഗ്ഗമില്ലാണ്ട് പോയി കേസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് മനാഫിനെതിരെ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന തെറി വിളിക്കുന്നവരെയും കമൻ്റ് ഇടുന്നവരെയും അവർക്കെതിരെ പോയിട്ട് കേസ് കൊടുക്കുക, സൈബർ ബുള്ളിങ് ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കുക. അല്ലാതെ ഇതാരും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മനാഫിനെതിരെ കൊടുത്തതിനാണ് വിഷമം. അപ്പം ഇതാണ് ഇന്നത്തെ കാലത്തെ പ്രശ്നം. നമ്മൾ ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് തന്നെ തിരിച്ച് പണി കിട്ടുന്നൊരവസ്ഥയാണ്. എന്തായാലും മനാഫിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമാണ്. മനാഫിൻ്റെ ഈ ഒരു കേസ്, ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അർജുൻ്റെ വീട്ടുകാർ സ്വമേധയാ അവരത് വിഡ്രോ ചെയ്യട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പം 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പം ചിലപ്പോൾ അത് കേസ് പിൻവലിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കേസ് കൊടുത്തു, കലാപാഹ്വാനം ചെയ്തു എന്നൊക്കെ പറയുമ്പം അതിന് വെറുതെ തെളിവൊന്നും ഇല്ലാതെ എന്തായാലും കേസ് എടുക്കുമോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു തെളിവ് പോലും ഇല്ലാതെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നത്. ഒരു ന്യൂസിലും കലാപാഹ്വാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി എന്നുള്ള രീതിയിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അർജുൻ്റെ വീട്ടുകാർ സ്വമേധയാ തന്നെ ഈ കേസ് പിൻവലിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും നഷ്ടപ്പെടേണ്ടവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയും വീണ്ടും അവരെ പോയി കുത്തി നോവിച്ച് അവരെ വീണ്ടും വിഷമിപ്പിച്ച് അവരുടെ ജീവിതം വെറുതെ നമ്മളിങ്ങനെ കുളവാക്കാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ മനാഫിൻ്റെ കാര്യം, മനാഫ് ഇപ്പോഴും പറയുന്നത് ആ വീട്ടുകാരുടെ കൂടെ തന്നെയാണ് മനാഫ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മനാഫിനെ സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ മനാഫിന് ഇഷ്ടം എന്താണ്? ആ വീട്ടുകാർ വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്ന കമൻ്റ് ഇടുന്നവരും അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിക്കുന്നവരും ചെയ്യേണ്ടത്. മനാഫിന് എന്താണ് ഇഷ്ടം? വീട്ടുകാർ സന്തോഷത്തോടെ ജീവിക്കുക. അത് തന്നെ നമ്മളും ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഇതിപ്പോൾ എന്തായാലും 2 ദിവസം കഴിയുമ്പം കേസ് പിൻവലിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എന്തായാലും മനാഫിനെ പിടിച്ച് ജയിലിടാൻ മാത്രമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നുന്നില്ല. ഈ മനാഫിനെയും അർജുൻ്റെ വീട്ടുകാരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പലരും ഇതിൻ്റെ പുറകെ കിടന്ന് കളിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിപ്പോൾ ആരാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പലരും ഇതിൻ്റെ പുറകിലുണ്ട്. എന്തായാലും അവർ ആദ്യം വീഡിയോ ഇടുന്നു, മനാഫിനെതിരെ ഘോരം സംസാരിക്കുന്നു. അതിനുശേഷം മനാഫ് ഇതിനെതിരെ വന്ന്, അതായത് ഈ അർജുൻ്റെ വീട്ടുകാർക്കെതിരെ വന്ന് സംസാരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് തലേ ദിവസം പലരും വന്ന് വമ്പൻ വീഡിയോയിലിട്ടു. അതായത് മനാഫിനെ എന്താണ് മനാഫ് എന്തിനാണ് അവിടെ പോയി നിന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ, മനാഫിന് അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറഞ്ഞ് ഘോരം പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ ഇവരുടെ എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ മനാഫ് വന്നിട്ട്, എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് അർജുനെ കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് സോറി പറയുന്നു എന്നും പറഞ്ഞ് പുള്ളി നൈസായിട്ട് പുള്ളിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. അപ്പം ഈ തലേ ദിവസം വീഡിയോ ഇട്ട് അർമാദിച്ച ആളുകൾ ആകെ പണി കിട്ടിയ മാതിരിയായി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആളുകൾക്ക് മനസ്സിലായി ഇത് വെറുതെ മനാഫിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നിരുന്നവരാണ് എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം വീണ്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്നൊക്കെ നിങ്ങൾക്കറിയാം, വളരെ സീക്രട്ടായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളാണ്. അപ്പം അവർ ഇതേപോലെ വന്നിട്ട് കാര്യം പറഞ്ഞ് നൈസായിട്ട് ഊരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. മനാഫിനാകെ ആ അർജുൻ്റെ വീട്ടുകാർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ കേസും കാര്യങ്ങളൊക്കെ എന്തായാലും 2 ദിവസം കഴിയുമ്പം പിൻവലിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മനാഫിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ.